ചങ്ങായിമാരെ നമ്മൾ ഇസ്രായേലിലെ അഫിഗോരിയില്ലേ, അഫിഗോരി റീന ഫ്രാൻസിസ് വീണ്ടും വന്നിട്ടുണ്ട്. സാധാരണ ഞാൻ ഈ അഫിഗോരി എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കാൻ നിൽക്കാറില്ല. പക്ഷേ ആ റീന ഫ്രാൻസിസിന്റെ വാക്കുകൾ സംസാരം കേൾക്കുമ്പോൾ അഫിഗോരി എന്നുള്ള വാക്ക് തന്നെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ യോജിക്കുക. അതുകൊണ്ടാണ് ഞാൻ അവരെ അഫിഗോരി റീന ഫ്രാൻസിസ് എന്ന് വിളിച്ചത്. എന്തായാലും ഇത്രയും കാലം മുസ്ലിം സമുദായത്തിനെ മാത്രം തെറിവിളിച്ചുകൊണ്ടിരുന്ന അഫിഗോരി നമ്മുടെ റീന ഫ്രാൻസിസ് ഉണ്ടല്ല, ഇപ്രാവശ്യം എലക്ഷൻ അടുത്തുകൊണ്ടാണ് തോന്നുന്നു ഇപ്പോഴുണ്ടല്ല കോൺഗ്രസുകാരെയും CPM-കാരെയും ഒരേ തെറിവിളി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഇസ്രായേലിൽ നിന്നും അഫിഗോരുന്നില്ലേ, അതിനേക്കാളും പൈസ ബിജെപിക്കാരുടെ അഫിഗോരുന്നതിന് റീന ഫ്രാൻസിസ് കൊടുക്കുന്നതിന് തോന്നുന്നു. എന്തായാലും നമ്മുടെ റീന ഫ്രാൻസിസ് സംഘികളുടെ അഫിഗോരിക്കൊണ്ട് എന്താണ് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ. എന്താ പറയുന്ന ഈ യുദ്ധകാലം വരുന്ന സമയത്ത് പൊതുവെ സുഡാപ്പികൾ എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട് കേരളത്തില്. ഈ സുഡാപ്പി സമൂഹത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് കേരളത്തിനകത്ത് ഈ ഇരുന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാനിനകത്ത് പാകിസ്ഥാൻ ബോംബിട്ട് പൊട്ടിത്തെറിച്ച് അവിടെ കുറെ എണ്ണങ്ങൾ ചത്തു കഴിഞ്ഞാൽ കരച്ചിലില്ല സുഡാപ്പികൾക്ക്, കമ്മ്യൂണിസ്റ്റുകാർക്ക് കരച്ചിലില്ല, കൊങ്ങികൾക്കും കരച്ചിലില്ല, കോൺഗ്രസുകാർക്കും. നൈജീരിയയില് നിർത്തി കത്തിച്ച് ക്രിസ്ത്യാനികളെ കൂട്ടം കൂട്ടമായിട്ട് കൊന്നൊടുക്കുന്ന സമയത്തും കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ സുഡാപ്പികൾക്കും ഒരു കരച്ചിലുമില്ല. സുഡാനിൽ ഇതുപോലെ ലോകത്തിൽ എവിടെയാണെങ്കിൽ പോലും ഇതിലൊന്നും കരയത്തില്ല. പക്ഷെ ഒരു പ്രത്യേക കരച്ചിലുണ്ട്. അന്നു മുതൽ ഇന്നു വരെ കേരളം ഒട്ടാകെ കരയുന്ന ഒരു കരച്ചിലുണ്ട്. അയ്യോ, പലസ്തീന്റെ കുഞ്ഞുങ്ങൾ ഡോക്ടറായിട്ടും എഞ്ചിനീയറായിട്ടും പിന്നെ എന്താ പറയുക സയന്റിസ്റ്റുകളായിട്ടും ഭാവി കാലത്ത് മാറേണ്ട ഡോക്ടറായിട്ട് മാറും. ഡോക്ടറായിട്ട് മാറും. എങ്ങനെ കഴുത്തറുത്ത് കൊല്ലാം എന്ന് പറഞ്ഞ് കഴുത്തറുക്കുന്ന ഡോക്ടറായിട്ട് മാറും. എഞ്ചിനീയർ എങ്ങനെ ബോംബ് ഉണ്ടാക്കി പൊട്ടിക്കാം എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ ആയിട്ട് മാറും. അത് സത്യമാണ്. പിന്നെ സയന്റിസ്റ്റ് എങ്ങനെയുടെ അണ്ടർഗ്രൗണ്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, തുരങ്കമെടുത്ത് പെരിച്ചാളികളെ പോലെ ഊന്നു പോകാം എന്ന് പറയുന്ന സയന്റിസ്റ്റുകളായിട്ട് മാറും. എന്റെ അഫിഗോരി റീന ഫ്രാൻസിസെ, അണ്ടർഗ്രൗണ്ടിലൂടെ കുഴിയെടുത്ത് എങ്ങനെ രക്ഷപ്പെടാന്നുള്ളത് കണ്ടില്ല. അത് നിന്റെ നെതന്യാഹുവിനെ തോൽപ്പിക്കാൻ വേണ്ടി ആർക്കും കഴിയില്ല. യുദ്ധം പൊട്ടുമ്പം പുതിയതായിട്ട് കുഴിയെടുത്ത് ഒളിച്ചു നിൽക്കുന്നത് പോലെ, അതായത് സ്വന്തം ജനതയെ യുദ്ധത്തിന്റെ മുന്നിലേക്ക് ഇട്ടിട്ട് സ്വന്തം സുരക്ഷിതം നോക്കിയിട്ട് ഓടി ഒളിക്കുന്ന നെതന്യാഹുവിനെ പോലത്തെ ഒരു അണ്ടർഗ്രൗണ്ട് കുഴിയെടുക്കുന്ന ആളുണ്ടല്ല, ലോകത്ത് വേറെ ആരും കാണൂല. ഇനി നിങ്ങളെ വേറൊരു പ്രശ്നം, മറ്റുള്ള രാജ്യങ്ങൾ ആഭ്യന്തര പ്രശ്നം നടക്കുമ്പോൾ കേരളത്തിലെ CPM-ഉം കോൺഗ്രസും ഒന്നും മിണ്ടാത്തതാണല്ലേ. അവര് പലസ്തീന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നതും പലസ്തീന് വേണ്ടി കരയുന്നതുമാണ് നമ്മൾ അഫിഗോരിക്ക് വല്ലാതെ സങ്കടം ഉണ്ടാക്കുന്നത്. അതിന് സിമ്പിളായിട്ട് ഒരു ഉത്തരം മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അഫിഗോരി അതുണ്ടല്ല, മനുഷ്യത്വം കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അതായത് ഒരു രാജ്യത്തെ അങ്ങോട്ട് പോയി ആക്രമിച്ചിട്ട് ആ രാജ്യത്തെ വംശഹത്യ ചെയ്യാനുള്ള ഒരു തീവ്രവാദി നാടിന്റെ ശ്രമമില്ലേ, ആ നാടിനെതിരെയുള്ള പ്രതിഷേധമാണ് അവർ പലസ്തീനോട് കാണിക്കുന്ന ഈ ഐക്യദാർഢ്യം. ആ തീവ്രവാദ രാജ്യത്തിരുന്നുകൊണ്ട് അവർക്ക് വേണ്ടി വാദിക്കുന്ന അഫിഗോരി റീന ഫ്രാൻസിസിന് ആ മനുഷ്യത്വം ഉണ്ടല്ല, അത് മനസ്സിലാക്കാൻ പറ്റൂല. ഇനി റീന ഫ്രാൻസിസെ, നിന്നോടൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഈ ഇന്ത്യയിൽ നിന്റെ ക്രൈസ്തവ പുരോഹിതന്മാരെയും ക്രൈസ്തവ വിശ്വാസികളെയും നിന്റെ സംഖ്യയിലുണ്ടല്ല, നീ ഇപ്പൊ ജയ് വിളിക്കുന്ന നിന്റെ സംഘപരിവാരര് അവരെ ആക്രമിക്കുകയും അവർ ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ നീ എന്താണ് ഒരക്ഷരം പോലും മിണ്ടാതിരുന്നത്? അതായത് നിന്റെ ക്രൈസ്തവരെ ഉത്തരേന്ത്യ സംഘികള് കണ്ട വഴി ഓടിക്കുമ്പോ നീ അത് കണ്ടതായി പോലും നടിക്കാത്തത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ നീ എങ്ങനെ മിണ്ടാൻ വേണ്ടിയിട്ടാണ് നിന്റെ ദൈവത്തെ ഇല്ലാതാക്കിയ ജൂതന്മാരിലെ ആ ജൂതന്മാർക്ക് വേണ്ടി വിടുപണിയെടുക്കാൻ നീ ഉണ്ടല്ല ഇവിടുത്തെ ക്രൈസ്തവർക്ക് വേണ്ടി എങ്ങനെ മിണ്ടാൻ വേണ്ടിയിട്ടാണ്? പിന്നെ നീ വേറൊരു കാര്യം കൂടി ഈ വീഡിയോ പറഞ്ഞ് പലസ്തീനിലെ കുഞ്ഞുങ്ങളെ കളിയാക്കിക്കൊണ്ട് അവർ ആളെ കൊല്ലുന്ന ഡോക്ടറാകുമെന്നും ബോംബ് നിർമ്മിക്കുന്ന എഞ്ചിനീയർ ആകുമെന്നൊക്കെ നീ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് നിന്നോട് പറയാനുള്ളത്, പലസ്തീനിലെ കുഞ്ഞുങ്ങളുണ്ടല്ലോ പഠിച്ചു വളർന്ന് ലോകത്തെ രക്ഷിക്കുന്ന ഡോക്ടർമാരും ആകും, ലോകത്തെ രക്ഷിക്കുന്ന എഞ്ചിനീയർമാരും ആകും. നീ കാത്തിരുന്നോ? പക്ഷെ അവരൊരിക്കലും ഉണ്ടല്ല സ്വന്തം ദൈവത്തെ ഇല്ലാതാക്കാൻ നോക്കിയ ആൾക്കാരുടെ അപ്പികോരുന്ന അവർക്ക് കൊണ്ട് വിടുപണിയെടുക്കുന്ന നിന്നെ പോലത്തെ ഒരു തറ എന്തായാലും അവരാകാൻ നിൽക്കില്ല. അതായത് നിന്നെ പോലത്തെ യൂദാസ് പോലും തോറ്റുപോകുന്ന പണി അവരൊരിക്കലും എടുക്കൂല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, പലസ്തീനിൽ ഇത്രമാത്രം അക്രമം ഉണ്ടായിട്ടും പലസ്തീനിൽ ഒരു കുഞ്ഞു പോലും ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. അവരിപ്പോഴും ഉണ്ടല്ല ദൈവവിശ്വാസികളാണ്, അവരിപ്പോഴും ഉണ്ടല്ല ശുഭാപ്തി വിശ്വാസത്തിലാണ്. അവർ തിരിച്ചു വരും. നെതന്യാഹു എന്ന തീവ്രവാദി ഉണ്ടല്ല, ആ തീവ്രവാദി ഇല്ലാതാകുമെന്ന് അവർ ശുഭാപ്തി വിശ്വാസമുണ്ട്. അവർക്ക് അവരുടെ ദൈവത്തിന് വിശ്വാസമുണ്ട്. പക്ഷെ നീയൊക്കെ ഉണ്ടല്ല 30 വെള്ളിക്കാശിനോടി ദൈവത്തെ ഇല്ലാതാക്കിയ നിന്റെ ദൈവത്തെ ഇല്ലാതാക്കിയ ടീമിന്റെ അപ്പിഗോരെന്ന് അവർക്ക് വേണ്ടി വിടുപണി എടുക്കുന്നു. ഇനി നമുക്ക് അഫിഗോർ റീന ഫ്രാൻസിസ് അടുത്തതായിട്ട് എന്താ പറഞ്ഞെന്ന് കേട്ടിട്ട് വന്നാലോ. അയ്യോ, പാവം കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കാണുന്നില്ലേ? ഷേവ് ഗാഷ എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗും ഇട്ടുകൊണ്ട് വരും. പണ്ട് കുറെ ഒരു 2019-20 കാലഘട്ടങ്ങൾ വരെ ശരിയായിരുന്നു. കേരളം ഒന്നാകെ കരഞ്ഞുകൊണ്ടേയിരുന്നു ഷേവ് ഗാഷ. യഹൂദന്മാരെ കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ചോർച്ചല്. യഹൂദന്മാരെന്ന് കേട്ടാൽ തന്നെ കേരളത്തിലുള്ള ക്രിസ്ത്യാനിക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാം തന്നെ, കാരണം മുസ്ലിങ്ങൾ പടച്ചുവിട്ട ഒരു കുറെ കള്ളക്കഥകളിനകത്ത് മുഴുങ്ങിക്കിടക്കുന്നവരായിരുന്നല്ലോ ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കളും ഒക്കെ. സത്യം എന്താണെന്ന് അറിയാതെ ഇങ്ങനെ ജീവിച്ച കുറെ സമൂഹം നമ്മുടെ കേരളത്തിൽ അന്നുമുണ്ട് ഇന്നുമുണ്ട്.
അതേ റീന ഫ്രാൻസിസ് ചേച്ചി, നിങ്ങൾ പറഞ്ഞ കാര്യമുണ്ടല്ല സത്യമാണ്. നിങ്ങൾ ബാക്കിയുള്ള സത്യമില്ലേ, ആ സത്യം കൂടി അങ്ങ് വിളിച്ചു പറ. അതായത് ബൈബിളിൽ എഴുതിയതുപോലെ എല്ലാ സത്യങ്ങള്, അതായത് യേശുവിനെ ഇല്ലാതാക്കിയതും യേശുവിനെ ചാട്ടവാറിനടിച്ചതും മൊത്തം മുസ്ലിങ്ങളാണെന്നുള്ള സത്യമില്ല, ആ സത്യം കൂടി നിങ്ങൾ അങ്ങ് വിളിച്ചു പറ. ജൂതന്മാരുടെ അഫി കോരിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സത്യം നിങ്ങൾ അറിഞ്ഞതും കൂടി അങ്ങ് തട്ടിവിട്. അതുമാത്രമല്ല, ഹിന്ദുക്കളോട് പ്രത്യേകിച്ച് സംഘിലൂടെ പറ, ശ്രീകൃഷ്ണനെ അമ്പെയ്തത് സുലൈമാനായിരുന്നു എന്ന്, ഒരു മുസ്ലിമായ സുലൈമാനായിരുന്നു എന്ന്. അതുമാത്രമല്ല, സീതയെ തട്ടിക്കൊണ്ടുപോയത് രാവണനല്ല, ജബ്ബാർ രാവണനാണെന്നും അങ്ങ് തട്ടിവിട്. ഈ പൊട്ടത്തരമുണ്ടല്ല, ഈ കള്ളത്തരമുണ്ടല്ല, ഇതൊക്കെ വിശ്വസിക്കാൻ വേണ്ടി കേരളത്തിലും ഇസ്രായേലിലും കുറെ സംഘികളും ക്രിസ്ത്യങ്ങളും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വൃത്തികേട് പറഞ്ഞാലും അതൊക്കെ വിശ്വസിക്കാൻ വേണ്ടി നിങ്ങളെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ധൈര്യത്തിൽ ഇതുപോലുള്ള വിഡിത്തങ്ങളും കള്ളത്തരങ്ങളും ഉണ്ടല്ല, തട്ടിവിട്ടോ. പിന്നെ റീന ഫ്രാൻസിസെ, നിങ്ങളുണ്ടല്ല സേവ് ഗാസേനെ ഉണ്ടല്ല കളിയാക്കിക്കൊണ്ടും അതിശയിപ്പിച്ചുകൊണ്ടും ഷേവ് ഗാസ എന്ന് പറഞ്ഞു, അതിൽ നിങ്ങൾ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം നിങ്ങൾ ഇസ്രായേലിനുണ്ടല്ല അഫി കോരുന്നതിന്റെ കൂടെ ഈ ഷേവ് പണിയും കൂടി എടുക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ വായുണ്ടല്ല ഈ ഷേവ് എന്ന് വന്നു പോകുന്നത്. അതുകൊണ്ട് റീന ഫ്രാൻസിസെ, ഇനി ധൈര്യത്തിൽ തന്റെ ഇടത്തോടെ വിളിച്ചു പറയണം, എനിക്ക് ഇസ്രായേലി അഫി കോരൽ മാത്രമല്ല അവിടെയുള്ള ആൾക്കാരുടെ ഷേവ് ചെയ്യലും കൂടി ഉണ്ടെന്ന് അങ്ങ് ധൈര്യത്തിൽ വിളിച്ചു പറ. നമുക്കിനി ഷേവ് റീനയുടെ അവസാനത്തെ കുറച്ച് പൊട്ടത്തരം കൂടി കേട്ടിട്ട് വന്നാലോ? വാ. അന്ന് കുറെ കൂടുതലായിരുന്നു, പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ കുറെ ലൈവ് വരാൻ പറ്റി. 2020 തൊട്ടേ ഇവിടുത്തെ ഷേവ് ഗാഷയുടെ പ്രത്യേകത എന്താണെന്നും ഇവിടെയുള്ള മതം തിരിഞ്ഞ് ജീവിക്കുന്നവന്മാരുടെ സ്വഭാവം എന്താണെന്നും കാണിച്ചു കൊടുക്കാനായിട്ട് ലൈവ് വരാൻ പറ്റി. അങ്ങനെ അന്ന് തൊട്ട് ലൈവ് വന്നതോടുകൂടി തന്നെ കേരളത്തിലെ ഏകദേശം തലച്ചോറുള്ള, ബുദ്ധിയുള്ള, കാര്യങ്ങളെ വിവേചിച്ചറിയാൻ കഴിവും കപ്പാസിറ്റിയുമുള്ള ഒരു കൂട്ടം ക്രിസ്ത്യാനികളും ഒരു കൂട്ടം ഹിന്ദുക്കളും എന്ത് ചെയ്തു, തിരിച്ചറിവുണ്ടായി. അപ്പൊ അവർക്ക് മനസ്സിലായി, ഇത്രയും നാളും നമ്മളെ കൊണ്ട് ഇവന്മാര് കരയിപ്പിച്ചുകൊണ്ടിരുന്ന ഷേവ് പലസ്തീൻ എന്നൊക്കെ പറയുന്നത് വ്യാജ ഹാഷ്ടാഗ് ആണ്. ഇനി അങ്ങനെ നമ്മൾ ഹാഷ്ടാഗ് ഇട്ട് കളിക്കാനുള്ളവരല്ല. സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് തിരിച്ചറിവും ബോധവും ഒക്കെ പിന്നീട് ആളുകൾക്കുണ്ടായി. എല്ലാരും കേട്ടല്ലോ, നമ്മൾ റീന ഫ്രാൻസിസ് ഉണ്ടല്ല, ഈ അഫിഗോര് റീന ഫ്രാൻസിസ് വീഡിയോ ചെയ്തതുകൊണ്ട് ഇപ്പൊ ആരും സേവ് ഗാസ എന്ന് പറഞ്ഞല്ലോ പോലും. എല്ലാരും ഇസ്രായേലിൽ പോയിട്ട് ഇവരെ പോലെ അഫിഗോരിലും ഇസ്രായേലിനെ ഷേവ് ചെയ്യലുമാണെന്നാണ് ഈ റീന ഫ്രാൻസിസ് പറയുന്നത്. എന്റെ പൊട്ടക്കണ്ണിലെ തവള അഫിഗോര് റീന ഫ്രാൻസിസ്, ഈ ലോകത്തുള്ള 99% ജനങ്ങളുണ്ടല്ല ഇപ്പോഴും പലസ്തീന്റെ കൂടെയാണ്, പലസ്തീൻ ജനതയുടെ കൂടെയാണ്. അതിൽ ബാക്കി വരുന്ന 1% ഉണ്ടല്ല, അത് കേരളത്തിലും ഇസ്രായേലിലുള്ള സംഘികളും ക്രിസ്ത്യങ്ങളും മാത്രമാണ്. അതായത് ഇസ്രായേലിന് വേണ്ടി ഇപ്പോഴും ഷേവ് ഇസ്രായേൽ പണിയെടുക്കുന്നില്ലേ, ആ ടീം മാത്രമാണ് ആ ബാക്കി വരുന്ന 1%. പിന്നെ നീയൊക്കെ സംസാരിക്കുന്നതുകൊണ്ട്, ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നീയൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു ക്രിസ്തങ്കിയുടെ മനസ്സിൽ എത്രമാത്രം വർഗീയത ഉണ്ടാവുമെന്ന് ഏറെക്കുറെ എല്ലാവരും നിന്നെ കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, നിന്നെപ്പോലത്തെ ക്രിസ്തങ്കികളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ലെന്ന് യഥാർത്ഥ ക്രൈസ്തവരും മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് യഥാർത്ഥ ക്രൈസ്തവര് ശരിക്കും നിന്നെയൊക്കെ മനസ്സിലായി. യൂദാസിനെ വേണമെങ്കിൽ വിശ്വസിക്കാം, പക്ഷെ യൂദാസിനെ പോലും തോറ്റുപോകുന്ന നിന്നെയുണ്ടല്ല, നിന്നെപ്പോൾ തെറ്റുകാരാ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലെന്ന് ക്രൈസ്തവർ തന്നെ മനസ്സിലായി. അതായത് ക്രൈസ്തവർക്ക് നേരെ അക്രമം നടക്കുമ്പോ സംഘപരിവാർ അക്രമം നടത്തുമ്പോ നീയൊക്കെ ഇടില്ല, ആ സംഘപരിവാറിന്റെ കൂടെയാണ്, സംഘപരിവാറിന്റെ അഫി കോരിക്കൊണ്ട് സംഘപരിവാറിന്റെ കൂടെയാണ് നീയൊക്കെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് നിന്നെപ്പോലത്തെ ക്രിസ്തങ്കികളും സംഘികളും ഈ വൃത്തികെട്ട പണി തുടരുക തന്നെ ചെയ്യണം. അതുകൊണ്ടുണ്ടല്ല എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാവർക്കും പലസ്തീനുള്ള സ്നേഹമുണ്ടല്ല, പലസ്തീനോടും ഇറാനോടുള്ള സ്നേഹമുണ്ടല്ല, അത് കൂടുകയേ ഉള്ളൂ. അതുകൊണ്ട് ഇസ്രായേലിന് അഫി കോരുന്ന റീന ഫ്രാൻസിസ് ഈ സഹായം, ഈ വീഡിയോ ചെയ്തുള്ള ഈ സഹായം ഉണ്ടല്ല, ഈ സഹായം ഇങ്ങനെ തുടരുക തന്നെ ചെയ്യണം. എന്ത് പ്രശ്നം ഉണ്ടായാലും അത് തുടരുക തന്നെ ചെയ്യണം. അപ്പൊ എന്തായാലും ഇസ്രായേലിന് അഫി കോരുകയും ഷേവ് ചെയ്യുകയും ചെയ്യുന്ന റീന ഫ്രാൻസിസിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.